ഡോക്ടറിന്റെ പ്രാക്ടീസിൽ ഒരുപാട് കേസസ് കാണുമ്പോൾ ഈ യങ്സ്റ്റേഴ്സ് പല ഏജ് ഗ്രൂപ്പിലുള്ളവർ വരുന്നുണ്ടാവുമല്ലോ. അതിൽ എനി എക്സ്പീരിയൻസ് യു വുഡ് ലൈക്ക് ടു ഷെയർ? പല പേഷ്യൻസ്, എക്സ്പീരിയൻസ് എനി വൺ പേഷ്യൻസ്. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഓക്കെ. ഒരു 24-year-old ഗൈ വന്നു. ഞാൻ അപ്പോൾ പുള്ളിക്ക് പാൽപിറ്റേഷനും പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ മരിക്കാൻ പോവാന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ. അപ്പം ഞാനൊന്ന് ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു വന്നപ്പം പുള്ളി കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അതും 14 years തൊട്ട് പുള്ളി യൂസ് ചെയ്തു. ഓക്കെ. അപ്പം ഞാൻ എല്ലാം ഇവാലുവേറ്റ് ചെയ്തു. Okay. നമ്മൾ ബേസിക് ബ്ലഡ് ടെസ്റ്റ്, ഹാർട്ട്, പക്ഷെ എല്ലാം നോർമലുമാണ്. പക്ഷെ പറഞ്ഞു കൊടുത്താലും പുള്ളിക്ക് ആ ഒരു So he's lucky, doctor. ഹീസ് ലക്കി. ബട്ട് പുള്ളി പേടിച്ച് ജീവിക്കുന്നത്. പുള്ളിക്ക് എന്തോ പ്രശ്നമുണ്ടോ, പുള്ളിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടോ, ഇതാണ് പുള്ളിയുടെ മനസ്സിലെ ടെൻഷൻ. അത് കാരണം പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അത് കാരണം പാൽപിറ്റേഷൻ, അങ്ങനെ ഒരു ലൈഫ്. അപ്പോൾ പുള്ളിയുടെ വർക്ക് പോലും പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല. അപ്പൊ ആൾക്കിപ്പോ ജീവിക്കണം എന്നുണ്ട്, നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ട്, കുടുംബക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കണം എന്നുണ്ട്. പക്ഷെ ഈ ഭയം, വിട്ടുമാറാത്ത ഭയം അല്ലേ? ഇതൊക്കെ ഒരു സൈഡ് എഫക്ട്സ് ആണ്. ഓക്കെ. എടുക്കുമ്പം ഇതൊന്നും അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ ഇതൊക്കെ നമ്മളെന്നും കാണുന്നത് കൊണ്ട് നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെ. And he is lucky a lot, doctor, അല്ലേ? പുള്ളിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല, so far. So far. Okay. അപ്പോൾ ഡോക്ടറിന് എന്താണ്, വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? ഇങ്ങനത്തെ പേഷ്യൻസിനെ ലാലേട്ടൻ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. സോ നമ്മളും ചെയ്യരുത്, അതേപോലെ തന്നെ നമ്മുടെ കൊച്ചനിയന്മാർ അനിയന്മാർ ആരും അത് യൂസ് ചെയ്യരുത്. അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. So no means no to drugs. Yes.